ഇതെന്താണെന്നറിയാവോ? ഇരുമ്പമ്പുളി ഇട്ട് ഉണ്ടാക്കിയ പുളിമുട്ടായിയാണ്. ഹൈലി ടേസ്റ്റി. കാണാൻ മാത്രമല്ല സുന്ദരൻ, കഴിക്കാനും കേമനാണിത്. ഒരു തവണ ഞെക്കിയാലില്ലേ വീണ്ടും വീണ്ടും നക്കിക്കൊണ്ടേ. അച്ചായ, എന്താ പരിപാടി? ഇരുമ്പമ്പുളി കൊണ്ടൊരു പുളിമുട്ടായി. ഇതിനെ ഞങ്ങളുടെ നാട്ടിലാ ഇരുമ്പമ്പുളി എന്ന് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയാമെന്ന് കമന്റ് ചെയ്യണേ. ഇതിലെ കേമന്മാരെ രണ്ടായിട്ടൊന്ന് പൊളക്കണം. എല്ലാം കീറിയെടുത്തേ. ചതച്ച് ചേർക്കാനുള്ള സാധനങ്ങൾ: പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി. നമസ്കാരം, നാടൻ രുചിയിലേക്ക് സ്വാഗതം. അച്ചായൻ നമുക്ക് ഇരുമ്പമ്പുളി ഇട്ട് പുളിമുട്ടായി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ഇന്ന് വീണ്ടും പിടിച്ചു നിർത്തിയേക്കുവാണ്. ഇത്ര നേരം കണ്ടിരുന്നതിന് 1000 നന്ദിയുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ വ്യൂ ഭയങ്കര കുറവാണ്. കഴിച്ചിട്ടാണ് ഇപ്പം ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. അതിഗംഭീരമായിട്ടുള്ളൊരു സാധനമാണ്, മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം, ഇത് ആൾക്കാർ കാണണം. ഇതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. വ്യൂവും കുറവാണ്. ആ വ്യൂ ഇല്ലായ്മയിൽ ഈ റെസിപ്പി മുങ്ങിപ്പോകില്ലെന്നുള്ള ഒറ്റ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ പറഞ്ഞ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ. അപ്പം വേറെ വിശേഷമൊന്നും ഇല്ല. എന്തെങ്കിലും പറയാനുണ്ടോ ചായ? ഒന്നുമില്ല. അപ്പം നേരെ വീഡിയോയിലേക്ക്. ഇരുമ്പമ്പുളി കൊണ്ട് പുളിമുട്ടായി ഉണ്ടാക്കി തുടങ്ങാം. വെള്ളം ഒഴിക്കുന്നേ, ഇരുമ്പമ്പുളി ഇട്ട് കൊടുക്കാം. ഉപ്പിടുന്നേ. വെള്ളം ഒഴിക്കുമ്പോ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കുടിയാൻ വെള്ളം ഇറങ്ങും. ഇവിടെ കിടന്നൊന്ന് വേഗട്ടെ. ചതച്ച് വെച്ചിരിക്കുന്ന ചേർക്കാം. ശർക്കര ഇട്ട് കൊടുക്കാം. തിളച്ച് വെള്ളമെല്ലാം പറ്റി വന്നു. ഇനിയും നമുക്ക് മുളക് പൊടി ഇടാം. കൂട്ടത്തിൽ കുറച്ച് കായപ്പൊടി. മക്കളെ, ഇതൊന്ന് ഇളക്കി ചൂടായി വരുമ്പോൾ പുളിമുട്ടായി റെഡി. മഞ്ഞിൻ പൂവേലിക്കൽ കൂടി കൊച്ചു വണ്ണാത്തിപ്പുള്ളുകൾ പാടി താളം പിടിക്കുന്ന വാലാട്ടിപ്പക്ഷിക്കു താലി കെട്ടിന്നല്ലേ നീയും കൂടുന്നു. തേനും വയമ്പും നാവിൽ തൂവും വാനമ്പാടി. തേനും വയമ്പും ചക്കരെ അച്ചായൻ ഉണ്ടാക്കി തന്ന പുളിമുട്ടായി ഇരുമ്പമ്പുളി ഇട്ടാണ് അച്ചായൻ ഉണ്ടാക്കി തന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ സ്പൂൺ വിരോധിയാണ്. അതുകൊണ്ട് കൈ ഇട്ടെടുക്കുക. ഓക്കെ. പ്രത്യേകിച്ച് മണമൊന്നും ഇല്ല കേട്ടോ. അച്ചായ കൂടുതൽ എടുത്തോ കേട്ടോ, കുറച്ചെടുത്താൽ മതി. എനിക്ക് തികയുമെന്ന് തോന്നില്ല ഇത് കണ്ടിട്ട്. അതിൻ്റെ ഇടയ്ക്ക് അച്ചായൻ കൂടുതലെടുക്കുന്നു. അപ്പോൾ കഴിക്കട്ടെ. അയ്യോ, ഇതിൻ്റെ ഇടയ്ക്കില്ലേ ഈ ഇരുമ്പുളി കടിക്കുന്നു. മധുരം, പുളി, എരിവ്. രുചി കാരണമില്ലേ ശ്വാസം വിടാൻ പറ്റുന്നില്ല. ഒരു തവണ ഇങ്ങനെ ഞെക്കിയാലില്ലേ വീണ്ടും വീണ്ടും നക്കിക്കൊണ്ടേയിരിക്കും ചായ. ഇട്ട ഇഞ്ചിയുടെ ടേസ്റ്റ് കിട്ടുന്നുണ്ട്.
അത് കൂടാതെ വെളുത്തുള്ളിയുടെ രുചി കിട്ടുന്നുണ്ട്. ഇതിനേറെ പറയുന്നു കറിവേപ്പിലയുടെ ടേസ്റ്റ് വരെ കിട്ടുന്നുണ്ട്. പാകത്തിന് എരിവ്, പുളി, മധുരം. ഞാൻ എവിടേക്കോ പോയി പഴയ കാലത്ത്. ഇത് കഴിച്ചാൽ നമ്മൾക്ക് നൊസ്റ്റടിക്കും. നല്ല രുചികരമായ പുളിമുട്ടായി വീണ്ടും എടുത്തിടുന്നു. ഈ ഇരുമ്പം പുളിയില്ലേ, പറമ്പിലൊക്കെ വെറുതെ നിന്ന് പോകും. ഇത് പലയിടത്തും കണ്ടിട്ടുണ്ട്. ഇത് പഴുത്തിരുന്നൊക്കെ പോകുന്നത്. കളയല്ലേ കളയല്ലേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, കുഞ്ഞുങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ വേറെ കാര്യം പറയുകയാണ്, നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയാൽ ഒറ്റ ഇരുമ്പം പുളി നിങ്ങൾ നഷ്ടപ്പെടുത്തത്തില്ല, അത് ഉറപ്പാണ്. ഒറ്റ പ്രാവശ്യം ചെയ്ത് നോക്കാം. ഇരുമ്പം പുളിക്ക് ചെറിയ ഒരു കനർപ്പില്ലേ, ഞാനിപ്പോൾ കനർപ്പെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും കനർപ്പ് അതൊക്കെ എങ്ങോട്ടോ പോയി. മസ്റ്റ് 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 ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ് ഇരുമ്പം പുളി മുട്ടായി. വെറുതെ പറഞ്ഞല്ലേ. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്നറിയോ, ഈ ഇരുമ്പം പുളിയില്ലേ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നു. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, അല്ലെങ്കിൽ രുചി. കൂട്ടത്തിൽ ഇഞ്ചിയും കിട്ടുവേ. കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അതുകൊണ്ട് ദയവ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് ഇതുണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ ഇരുമ്പം പുളിയുടെ സീസണാണ്, ഇല്ലേ ചായ? സീസണാണ്. കുഞ്ഞുങ്ങൾ ഒരിക്കലും പപ്പായും മമ്മിയും മറക്കത്തില്ല. ആ ടേസ്റ്റ് എത്ര വളർന്നാലും അവർ പറയില്ല. ഒന്ന് ട്രൈ ചെയ്യും. അതുകൊണ്ട് മാക്സിമം ആൾക്കാരുടെ ഇടയിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. കാരണം ഇത് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള റെസിപ്പി ആയതുകൊണ്ടാണ്. പ്ലീസ് കേട്ടോ, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഇഷ്ടപ്പെട്ടെ. അടിപൊളി. അച്ചായൻ ഉണ്ടാക്കി തന്ന ഇരുമ്പം പുളിമുട്ടായി കഴിച്ചു. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള റെസിപ്പിയാണ്. ഞാൻ വീണ്ടും ഞാൻ പറയുന്നത് നിങ്ങൾ ട്രൈ ചെയ്യണമെന്നുള്ള ഒറ്റ ആഗ്രഹത്തിൻ്റെ പേരിലാണ്, അല്ല ഞാൻ തള്ളുന്നതല്ല. അതിഗംഭീരമായിട്ടുള്ള ഒരു റെസിപ്പി അച്ചായൻ നമുക്ക് വീണ്ടും പരിചയപ്പെടുത്തി തന്നേക്കുവാണ്. താങ്ക് യു അച്ചായ. അപ്പോൾ നിങ്ങളെല്ലാം ഇത് ട്രൈ ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ പോവുകയാണ്. വേറെ വിശേഷം ഒന്നുമില്ല. ഞങ്ങളുടെ വീഡിയോയ്ക്ക് തരുന്ന പിന്തുണയ്ക്ക് 1000 നന്ദി. ആദ്യം പറഞ്ഞ പോലെ വ്യൂ ഒക്കെ ഭയങ്കര കുറവാണ്, ഒന്ന് തള്ളി വിട്ടേക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്. എന്തെങ്കിലും പറയാനുണ്ടോ അച്ചായ? ഒന്നുമില്ല. ഇത് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർ കടയിൽ പോയി മേടിക്കാതിരിക്കും. പ്യുവർ സാധനം നമുക്ക് കിട്ടും. അതെ, എനിക്ക് മേടിക്കണ്ട. യാതൊരു കെമിക്കലും ഇല്ല. നിങ്ങൾ കണ്ടയാണ്, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം വേറെ ഒന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ആ സൈഡുള്ള ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിച്ച് നശിപ്പിച്ചേക്ക്. ടാറ്റ, ബൈ ബൈ.